എന്തൊക്കെയുണ്ടോ വിശേഷം? അൽഹംദുലില്ലാ റാഹത്ത് തന്നെ. നിന്റെ പെങ്ങളെ കഴിഞ്ഞു വരുന്നതാണ് ജീൻസും പാന്റ് ഷർട്ടും ഇട്ട് അങ്ങാടികളെ മറന്നു പോകുന്നത് കണ്ടല്ലോ. അതിനകത്ത് അവളെ ചെറിയ കുട്ടിയല്ലേ? നിന്റെ അതിനാണ് അവൾ ചെറിയ കുട്ടി. ജനിസങ്ങൾ പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയില്ലേ? എനിക്കറിയില്ല, നീ പറഞ്ഞതാ. പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനും ശപിക്കപ്പെട്ടവർ ഉൾപ്പെട്ടിരിക്കുന്നത്. ശപിക്കപ്പെട്ടവർ നിന്റെ പെങ്ങളും വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ഉപ്പയും ഉമ്മയും എങ്ങനെ സമ്മതിക്കുന്നു ഇവിടെ ഈ വസ്ത്രം ഇട്ട് പുറത്തിറങ്ങി നടക്കാൻ? ആദ്യമൊക്കെ ഇത്തരം ഡ്രസ് വാങ്ങി കൊടുക്കുന്നത് ഞാൻ എടുത്തു. പക്ഷേ ഉപ്പയും ഉമ്മയും പെങ്ങളെ ഈ രീതിയിൽ നടക്കാൻ പ്രേരിപ്പിച്ചു. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. അവളെ മര്യാദ പഠിപ്പിക്കുന്നത് നിനക്കും ഇല്ലടോ ഉത്തരവാദിത്തങ്ങൾ. പടച്ചവനെ, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എത്ര വസ്ത്രം ഉണ്ടായാലും അവർക്ക് അതൊന്നും മതിയാവില്ല. ഒരു കല്യാണത്തിന് പോയാൽ പുതിയ തന്നെ വേണം. ഒരു പ്രാവശ്യം ഉപയോഗിച്ചതാണെങ്കിൽ അതും ഒരു കാരണമായി തീരാം. അതെ അതെ, പെൺകുട്ടികൾക്ക് ഡ്രസ് വാങ്ങി കൊടുക്കുന്നത് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ധരിച്ചിട്ടും ധരിക്കാത്ത രൂപത്തിലുള്ള ഡ്രസ് ചെറുപ്പത്തിലെ ശീലിച്ചാൽ പിന്നെ അത് മാറ്റാൻ പറ്റിയത് വരില്ല. എടാ, നിനക്കറിയാമോ, ഒരു പെണ്ണിന് സമൂഹം വിലയും കൽപ്പിക്കുന്ന അവരുടെ ലജ്ജയിലാണ്. അതവിട്ടില്ലെങ്കിൽ അവൾ ഒരു ചവറാണ്. വേസ്റ്റ് വേസ്റ്റ്. അതെ അതെ അതെ, എനിക്ക് തെറ്റുപറ്റിയല്ലേ. ഇനി എന്റെ പെങ്ങളെ ഈ രീതിയിൽ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അൽഹംദുലില്ലാ, ഇനിയെങ്കിലും മാതാപിതാക്കൾ ഉദ്ബോധകരാകട്ടെ. അതെ അതെ, എന്നാൽ നമുക്ക് പിരിയാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.